ഗോൾഡൻ മൊമെന്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്വന്തം പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് എന്നതിലുപരി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിലേക്കാണ് ഓരോ ദിവസവും ഓരോ എപ്പിസോഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്നും ഒരു ഹാപ്പി ഫാമിലിയുടെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ആലക്കോടിലുള്ള അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്തായാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരിടത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഗോൾഡൻ മൊമെന്റ്സിൽ പോകുന്നത് ആലക്കോടുള്ള പ്രകാശ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പ്രകാശ് ചേട്ടൻ്റെ കൂടെ പ്രകാശ് ചേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ ഒക്കെ നമുക്ക് വൈബ് അടിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഗോൾഡൻ മൊമെന്റ്സ്. വിശേഷം? സന്തോഷം, സുഖം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഗോൾഡൻ മൊമെന്റ്സിന് വേണ്ടി പ്രകാശ് ചേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രകാശ് ചേട്ടനും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാം അല്ലേ? ശരി. അപ്പോൾ ഗോൾഡൻ മൊമെന്റ്സിൽ നമ്മൾ ആലക്കോടുള്ള പ്രകാശ് ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. പ്രകാശ് ചേട്ടനും ഫാമിലിയും ഒക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അല്ലേ? പ്രേക്ഷകരോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്നോടും അല്ലേ? ഓക്കെ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഓരോരുത്തരെ ആദ്യം പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ. അപ്പോൾ പ്രകാശ് ചേട്ടാ പറയും, എന്തൊക്കെയാണ് വിശേഷം? ആരൊക്കെയാണ് കൂടെയുള്ളത്? പേര് പറഞ്ഞല്ലോ, ഞാൻ ആലക്കോടാണ്. ആലക്കോട് ടൗണിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. സൗഭാഗ്യ വസ്ത്രാലയം എന്നാണ് കടയുടെ പേര്. 20 വർഷമായി. എൻ്റെ കൂടെ ഉള്ളത് ഇതെൻ്റെ വൈഫ് നിഷ എന്നാണ് പേര്. ചെറുപുഴയാണ് അവരുടെ വീട്. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത ആള് അമൃത പ്രകാശ്, ഇളവള് അഞ്ജന പ്രകാശ്. ഈ ഇരിക്കുന്ന ആള്. മൂത്താള് ചെന്നൈക്കടുത്ത് വെല്ലൂര് PhD പഠിക്കുന്നു. ഇവള് MBA കഴിഞ്ഞിട്ട് ഇങ്ങനെ പാസ് ഔട്ട് ആയിട്ട് നിൽക്കുന്നു. MBA കഴിഞ്ഞ കുട്ടിയാണ്. കണ്ടാ തോന്നുന്നില്ല. ഞാനൊരു സ്കൂൾ കുട്ടിയാണെന്ന് വിചാരിച്ചത്. ഓക്കെ, നല്ല കാര്യല്ലേ? അത് സന്തോഷമല്ലേ? ആൾക്കാരൊന്നും അതുകൊണ്ട് MBA ആയി വലിയ ആളായി തെറ്റിദ്ധരിക്കില്ല. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിക്കാറുണ്ടോ? ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും പ്രകാശ് ചേട്ടാ, നമ്മൾ എങ്ങനെയാണ് ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നത്? കണ്ടപ്പോൾ തന്നെ നല്ല വൈബായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ. രാവിലെ കടയിലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. വീടും കടയും തൊട്ടടുത്തായതുകൊണ്ട് അതുകൊണ്ട് വളരെ സൗകര്യത്തെ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് സൗഭാഗ്യ വസ്ത്രാലയത്തിന്റെ? എങ്ങനെയുണ്ട്? നമുക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ 20 വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. നല്ല രീതിയിൽ പോകുന്നു. ആലക്കോടിലെ ജനങ്ങളുടെ മനസ്സൊക്കെ കീഴടക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളൊക്കെയാണോ? ഉണ്ട്. പുതിയ ഇതിന്റെ അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ശേഖരം വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്ന് പോയി നോക്കണം എന്തൊക്കെയാണ്. ഓക്കെ. അപ്പോൾ മോള് പറയാം. MBA കഴിഞ്ഞിരിക്കുക, പാസ് ഔട്ടായി. HR സ്പെഷ്യലൈസേഷൻ ആയിരുന്നു. ജസ്റ്റ് പാസ് ഔട്ടായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. MBA എവിടുന്നാണ് കഴിഞ്ഞത്? ഞാൻ പഠിച്ചത് ആചാര്യ ബാംഗ്ലൂരിൽ നിന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് വൈബൊക്കെ? കോളേജ് വൈബ് നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. പാവം കുട്ടിയാണോ? ഭയങ്കര പാവമായിട്ട് സംസാരിക്കുന്നത് ആണോ? സത്യം പറയണോ? ഇങ്ങനെ തന്നെയാണോ കോളേജിൽ? എങ്ങനെയാണ് കോളേജിൽ? എങ്ങനെ? വീട്ടിലിങ്ങനെയല്ല. വീട്ടിലെങ്ങനെയാണ്? വീട്ടിലിങ്ങനല്ലേ? വീട്ടിൽ കുറച്ചുകൂടെ കില്ലാടിയാണോ? കുറച്ച് കൊഞ്ചല് കൂടുതലാണ്, കുറച്ച് കില്ലാടിയാണ്. അപ്പൊ നമ്മളെ കണ്ടപ്പോ ഒന്ന് പാവത്തരായതാണ് അല്ലേ? അതെ, പാവത്തരായതാണ്. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല, കില്ലാടി ആയിക്കോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ജോലിയൊക്കെ എങ്ങനെയാണ്? പുറത്തേക്കാണോ നോക്കുന്നത്? ഏത് രീതിയിലാണ് നോക്കുന്നുണ്ട്? ഇനിയിപ്പം കരിയറൊക്കെ സെറ്റായി അടിപൊളിയാവാനാണ് പോകുന്നത്. ഈ ഒരു ബിസിനസ് ഫീൽഡ് തന്നെയാണോ താല്പര്യം? ഞാൻ അല്ലാതെ പ്രൈവറ്റ് കമ്പനിയിൽ. ഓക്കെ. അപ്പോൾ HR ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ പ്രകാശ് ചേട്ടൻ്റെ സഹധർമ്മിണി അല്ലേ? എന്താ ഒരു ബന്ധമില്ലാത്ത പോലെ ഞാൻ എന്താ പറയേണ്ടതെന്ന്? സഹധർമ്മിണി എന്നൊക്കെ പറഞ്ഞപ്പോൾ
അപ്പോൾ ചേച്ചി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് കടയും വീടും ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നല്ല എല്ലാം ഒറ്റ വാക്കിലാണല്ലോ. എന്തെങ്ങനെ ഇത് ചോദ്യത്തിന് വേളയോ? അങ്ങനെയല്ല, ഇതിങ്ങനല്ല സംഭവം. കടയുടെ ഫുള്ള് ചാർജ് കൈകാര്യം ചെയ്യുന്നു ഇവിടെയാണ്. എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല അത്രേ ഉള്ളോ? കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് റിപ്ലൈ ഒക്കെ? നല്ല റിപ്ലൈ, നന്നായിട്ട് പോകുന്നു. നല്ല റിപ്ലൈ ആണ്. മാറ്റിപ്പിടി. വേറെ ഒന്നുമില്ല. കസ്റ്റമേഴ്സ് വന്നിട്ട് കുറ്റം പറയാറുണ്ടോ? കുറ്റം ഇതുവരെ നമ്മളോട് നേരിട്ട് പറയില്ല എല്ലാവരും കുറ്റം. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ. നമ്മുടെ ബിസിനസിന്റെ കാര്യമാണ്. നേരിട്ട് ആരും പറയാൻ അറിയില്ല. പാവം കുട്ടിയാണല്ലേ? നേരെ ഓപ്പോസിറ്റ് ആണല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മളോട് ഇതിന്റെ ഫീലിംഗ് കൊണ്ടായിരിക്കും. കടയിലെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സോപ്പ് ചെയ്ത് അതെ അല്ലേ? കഴിവുണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സോപ്പ് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പൊ നമ്മുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആള് തന്നെയാണ്. ആളാണ് നമ്മളടുത്ത് സംസാരിക്കാൻ ഒരു മടി. ഞാൻ ഇങ്ങനെ സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് അത്യാവശ്യം പോവുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥാപനത്തിൽ ഫുൾ ടൈം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതാണ്, ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കുന്നതാണ് അല്ലേ, പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. എങ്ങനെയാ ഇപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോവാണോ? ഒരു 10 മണിയാകുമ്പോഴേ പോകും. ഓക്കെ, 10 മണിയാകുമ്പോൾ പോയി ഫുൾ ടൈം ഫുൾ ടൈം അവിടെ നിൽക്കും. എങ്ങനെ ജോലിക്കാരുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ്? ഓണറായിട്ടാണോ അവരുടെ ഇടയിൽ? അതോ കൂടിയുള്ളൊരു തോന്നൽ ഇതുവരെ ഇല്ല. ഫ്രണ്ട്ലി മൈൻഡ് തന്നെയാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? കുട്ടികളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കുട്ടികൾ രണ്ടുപേരും നല്ല രീതിയിൽ. ദൈവമേ, അമ്മ എന്താ പറയാന്നുള്ളൊരു ചിരി. നല്ല മക്കളാണ് രണ്ടുപേരും. സമാധാനം ഇല്ലേ? മക്കളെ പറ്റി അങ്ങനെയല്ലേ പറയുള്ളൂ. അതെ അല്ലേ? ഇവിടെ പേടിയുണ്ടായിരുന്നു. ഇവിടെ ആരൊക്കെയാ നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന? ചേട്ടനാണോ? പ്രകാശ് ചേട്ടനാണോ? മൂത്ത മോള് നല്ലപോലെ സംസാരിക്കും. മൂത്ത മോളെ നമുക്ക് കിട്ടിയില്ല. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ഓ, അപ്പൊ നമുക്ക് മിസ്സായി. കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ. അപ്പോൾ എന്താ മൂത്ത മകളുടെ എന്ന് പറഞ്ഞു? മൂത്ത മകളുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? അമൃത. ഓക്കെ, അമൃതയുടെ എങ്ങനെ കല്യാണം കഴിഞ്ഞു? കല്യാണം ഒരു വർഷം ആവുന്നു. ഓഗസ്റ്റിലായിരുന്നു. ഓക്കെ, കല്യാണം കഴിഞ്ഞു. എന്നിട്ട് നേരെ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ? അതെ അല്ലേ? ഓക്കെ, അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ തീർച്ചയായും എവിടെ നിന്നായിരുന്നു ഗോൾഡൊക്കെ എടുത്തത്? ഗോൾഡ് പടിഞ്ഞാത്തുനിന്ന് അത്യാവശ്യം കുറെ സ്വർണ്ണം എടുത്തു. അപ്പോൾ പടിഞ്ഞാത്തുനിന്നാണ്. പടിഞ്ഞാത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗോൾഡൻ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കുറെ വർഷമായി. എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻസ് ഒക്കെ? നല്ല കളക്ഷൻസ് ഉള്ള സ്ഥാപനം തന്നെയാണ്. അതെ അല്ലേ? മലയോര മേഖലയിൽ 24 വർഷത്തോളമായും തോന്നുന്നു. 24 വർഷമായി മലയോര മേഖലയിൽ പേര് കേട്ട് ജനങ്ങളുടെ സ്ഥാനം നേടിയൊരു സ്ഥാപനമാണ് പടിഞ്ഞാത്ത് ഡയമണ്ട്. കളക്ഷൻ എടുത്തപ്പോൾ നിങ്ങളുടെ ഹൃദയം കവർന്നു? കളക്ഷൻ എടുത്തപ്പോഴും അതുപോലെ തന്നെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കല്യാണ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ മോക്ക് ഇഷ്ടമായ കളക്ഷൻസ് ഒക്കെയാണ്? കളക്ഷൻസ് ധാരാളമുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ്. ആലക്കോടുള്ള നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഒരു ജ്വല്ലറിയാണ് പടിഞ്ഞാത്ത ഫാഷൻ. ഓക്കെ, അപ്പോൾ പടിഞ്ഞാത്തിൻ്റെ എങ്ങനെയാണ് സർവീസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം മറ്റ് നമ്മളിപ്പോൾ ഇലക്ട്രോണിക് സാധനമാണെങ്കിൽ സർവീസ് നിർബന്ധമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നോക്കുന്നത് സർവീസ് ബെറ്റർ ആണെന്നാണ്. പക്ഷെ സ്വർണത്തിനും സർവീസ് വേണ്ടെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്വർണത്തിനും സർവീസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സർവീസ് ആവശ്യമാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ 100% ആ കാര്യത്തിൽ സംതൃപ്തമാണ്. പൂർണ്ണമായിട്ട് സർവീസ് അവർ നമുക്ക് തരുന്നുണ്ട്. ഫ്രണ്ട്ലിയാണ്. ജീവനക്കാരാണെങ്കിലും വളരെ സൗഹാർദ്ദപരമായി നല്ല സ്നേഹത്തോടുള്ള പെരുമാറ്റമാണ്. വീണ്ടും അവിടെ നമ്മൾ ഒന്നും കൂടി ചെല്ലാനുള്ള രീതിയിലുള്ള ആകർഷിച്ചുള്ള പെരുമാറ്റമാണ് ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇവിടെ ജ്വല്ലറി തുടങ്ങി പിന്നെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. തന്നെയല്ല ആ സ്ഥാപനത്തിൻ്റെ നല്ലൊരു ലാഭത്തിൻ്റെ ഒരു വിഹിതം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പാവപ്പെട്ട രോഗികൾക്കും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ കടകളൊക്കെ വന്ന് അന്വേഷിക്കുമ്പം ഇങ്ങനെ ആരോഗ്യ സഹായമൊക്കെ ചോദിക്കുമ്പം പടിഞ്ഞാത്ത് നിങ്ങൾ ചെന്നാൽ മതി. അവിടുന്ന് അവർ അർഹതപ്പെട്ടവർക്ക് അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊടുത്ത്
മനസ്സുകൾ കീഴടക്കിയിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷം കൂടി നമുക്ക്. ഓ, എനിക്ക് വയ്യ ഇങ്ങനെ വാചാലനായിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല, ഞാൻ ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു, അത് പറയാൻ വൈകി. ഓക്കെ, എവിടെയായിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്തത്? കരുവിഞ്ചാല സൊസൈറ്റി കോളേജിൽ ഒരു 15 വർഷക്കാലം ടീച്ചറായിട്ട് ഫീൽഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കൊമേഴ്സ് അക്കൗണ്ടൻസി ആയിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സുകാരനായോണ്ട് കൊമേഴ്സ് ഒക്കെ അതെ 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 കിട്ടി, അവിടെയും കിട്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ? ടീച്ചിങ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കുട്ടികൾ, അതായത് സ്റ്റുഡൻസിന്റെ കുറേ ഒരു വലയം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ഒരു സാറ എന്ന് വിളിച്ച് ആരെങ്കിലും പറയാനുള്ളപ്പോൾ നമുക്കത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. സത്യം, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ വേറെ ഏതൊരു ജോലിയാണേലും റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ജോലി കഴിഞ്ഞു, നമ്മുടെ ആ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞു. പക്ഷേ ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്നേഹമാണ്. ഇപ്പൊ നമ്മളെ ആണെങ്കിലും നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പഠിപ്പിച്ച ഏത് ടീച്ചേഴ്സിനെ കണ്ടാലും നമുക്കൊരു സ്നേഹമാണ്, ഉള്ളിലൊരു റെസ്പെക്ട് ആണ്. അതെ, ആ ഒരു സ്നേഹം ഒരുപാട് അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവും. കുറെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ISR സന്ദർശിക്കാൻ പോയപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് എഴുന്നേറ്റ് എന്നെ സാറെന്ന് വിളിച്ചു. അപ്പം തന്നെ എനിക്ക് വലിയൊരു, കാരണം ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് ആയിരുന്നു അവിടെ. അങ്ങനെ എല്ലാ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും എത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതിൽ വളരെയധികം സന്തോഷം നമുക്കുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ടീച്ചറാണ്? ഫ്രണ്ട്ലി ടീച്ചറാണോ, സ്ട്രിക്ട് ടീച്ചറാണോ? അല്ല, ഇന്നത്തെ കാലത്ത് അപേക്ഷിച്ച് ഇവിടുന്ന് ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ രീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാകുമ്പം ഇപ്പം അന്ന് വടിയൊക്കെ പ്രയോഗിക്കുന്ന രീതിയായിരുന്നു. എന്നാലും പലരും കൂടി സാർ അന്ന് അടിച്ച് പഠിപ്പിച്ചായിരുന്നു, ഞങ്ങൾ ഇന്ന് നല്ല നിലയിൽ എത്തുമെന്ന് പറഞ്ഞവരും ഉണ്ട്. അതെ അല്ലേ, അടിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്നായി. അതെ അതെ അതെ. ഓക്കെ, ഇവിടെ എങ്ങനെ അടി കിട്ടാറുണ്ടോ? ഇല്ല, ആ ചിരിയൊക്കെ കണ്ടപ്പോ തോന്നി ഒരു ഇടയ്ക്കൊരടി ഇല്ല. പാവാണ്, ഫ്രണ്ട്ലി ആണ്, പഠിക്കും. ഓക്കെ, കോൺഫിഡന്റ് ആണ്, പഠിക്കും. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അടിയുടെ ആവശ്യമൊന്നും ഇല്ല. ഒരാവശ്യമില്ല. അച്ഛൻ എങ്ങനെ നല്ല ഫ്രണ്ട്ലി ആണ്? എന്നെ പഠിപ്പിച്ചു. ഞാനും കോമേഴ്സ് ആയിരുന്നു, അച്ഛൻ തന്നെ എന്നെയും പഠിപ്പിച്ചു. ചേച്ചി സയൻസ് ആയിരുന്നു, അതുകൊണ്ട് അച്ഛന് റോളില്ലായിരുന്നു. അമ്മക്ക് റോൾ ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് റോളില്ല. അപ്പൊ ഇവിടെ അച്ഛന് റോൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ? അച്ഛൻ നല്ലായിരുന്നു, നല്ല അച്ഛനാണ്, നല്ല ടീച്ചറാണ്. ഓക്കെ, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.